My dear students, good morning to all. Today we are going to study the second chapter, Meenaki Such Booch. എന്താണ് Meenaki Such Booch. Here are some new words. The first word Samapta. The first word is Samapta. Next Vidyalaya, Prayatna, Himmat, Dhyan, Ekatrid, Hatkadi, Sahas, Reksha, Prashamsa. Reksha, Prashamsa. Once again, എല്ലാവരും ഇത് 3 times എഴുതി അല്ലെങ്കിൽ 5 times ആയാലും എഴുതി മാഡത്തിന് സെൻഡ് ചെയ്ത് തരികയും വേണം കേട്ടോ. ഓക്കെ, സമാപ്ത, വിദ്യാലയ, പ്രയത്ന, ഹിമ്മത്, ധ്യാൻ, ഏകത്രിത്, ഹത്കടി, സാഹസ്, രക്ഷ, പ്രശംസ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. ഓക്കെ, എന്താണ്? रात का समय था, लगभग 12 बजे थे. मीना विद्यालय से मिला काम समाप्त कर उसी समय पलंग पर लेटी थी. पास में उसका छोटा भाई सोया था. എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. രാത്രി കാ സമയത, രാത്രിയുടെ സമയമായിരുന്നു. എന്താണ്? ലഗ്ഭഗ്, ഏകദേശം. 12 ബജേ ഥേ, 12 മണിയോളമായി അല്ലെ. മീന വിദ്യാലയ സേ മിലാ കാം സമാപ്ത കർ ഉസി സമയ പലങ്ക് പർ ലേറ്റി थी. ഏകദേശം ഒരു 12 മണി ആയപ്പോഴത്തേക്കും മീന, നമ്മുടെ കഥയിലെ കഥാപാത്രം അല്ലെ, മീന 12 മണി ആയപ്പോഴേക്കും കാം, സ്കൂൾ സേ മില, സ്കൂളിൽ നിന്ന് കിട്ടിയ വർക്കുകളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് കിടന്നുറങ്ങുവാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. പലങ്ക് മീൻസ് എന്താണ്? കട്ടിൽ, ബെഡാണ്. पर लेटी थी. पास में उसका छोटा भाई सोया था. അടുത്ത ആര് കിടന്നുറങ്ങുകയായിരുന്നു? കുഞ്ഞ് അനുജനും കിടന്നുറങ്ങുകയായിരുന്നു. दूसरे कमरे में माँ और बाबूजी सो रहे थे. दूसरे कमरे में, അടുത്ത മുറിയില് അമ്മയും അച്ഛനും ഒക്കെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അല്ലേ. उसकी माँ की तबीयत ठीक नहीं थी. അവരുടെ അമ്മയുടെ അവസ്ഥ ठीक नहीं എന്ന് വെച്ചാൽ അവസ്ഥ, എന്തോ അസുഖമായിരുന്നു. തബിയത്ത് എന്ന് വെച്ചാൽ അവസ്ഥ, കണ്ടീഷൻ മോശമായിരുന്നു. ദവായി ഖാക്കർ വേ ബഡി മുഷ്കിൽ സേ സോയി ഥി. മരുന്നൊക്കെ കഴിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് കിടന്നുറങ്ങിയത് അല്ലെ. दफ्तर से थके हारे आए बाबूजी भी गहरी नींद में सोए थे. ഓഫീസിൽ നിന്ന് വന്ന് അവരുടെ ബാബുജി എന്താണ്, നല്ല 12 മണി എന്ന് പറയുമ്പോൾ നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന സമയമാണ് അല്ലെ. നമ്മളൊക്കെ നല്ല ഉറക്കമായിരിക്കും അല്ലെ. നമ്മള് 10 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് 12 മണിയാകുമ്പോ നമ്മൾ അറിയത്തുകൂടിയില്ല അല്ലെ. അപ്പോ അമ്മ എന്തായിരുന്നു, മരുന്നൊക്കെ കഴിച്ച് കിടന്നുറങ്ങുകയാണ് വളരെ ബുദ്ധിമുട്ടിട്ട്. ബാബുജിയോ, ബാബുജി എന്താണ്, ഓഫീസിൽ നിന്ന് വന്ന ക്ഷീണം കൊണ്ടും ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പൊ 2 പാരഗ്രാഫ് നോക്കിയേ, ഒന്ന് വായിച്ചേ എല്ലാവരും. രാത് കാ സമയ ഥാ, ലഗ്ഭഗ് 12 ബജേ ഥേ. മീന വിദ്യാലയ സേ മിലാ കാം സമാപ്ത കർ ഉസി സമയ പലങ്ക് പർ ലേറ്റി थी. पास में उसका छोटा भाई सोया था. മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. दूसरे कमरे में माँ और बाबूजी सो रहे थे. उसकी माँ की तबीयत ठीक नहीं थी. दवाई खाकर वे बड़ी मुश्किल से सोई थी. दफ्तर से थके हारे आए बाबूजी भी गहरी नींद में सोए थे. അപ്പൊ എന്താണ് അത്രയും ഭാഗം നമ്മൾ എന്താണ് പഠിച്ചത്? മീന സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്താ ചെയ്യുക? വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു അല്ലെ. ഏകദേശം സമയം എത്ര മണിയായി? 12 മണിയായി അല്ലെ. 12 മീൻസ് 12, 12 ആണ്. അപ്പോ അടുത്ത മുറിയിൽ ആര് കിടന്നുറങ്ങുന്നു? കൂടെ ആരാ കിടന്നുറങ്ങിയത്? കുഞ്ഞനുജനാണ് അല്ലെ. ചോട്ടാ പായി കൂടെ. അപ്പൊ നെക്സ്റ്റ് മുറിയില് ദൂസരേ കമര എന്ന് പറഞ്ഞാൽ അടുത്ത മുറി അല്ലെ, മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങുകയാണ് അമ്മയും അച്ഛനും ഒക്കെ അല്ലെ.
അമ്മ എന്താണ് തബിയത്ത് ടീക്ക് അല്ലാത്തത് കൊണ്ട് മെഡിസിൻ ഒക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നു. അച്ഛനോ, അച്ഛൻ എന്താ ചെയ്യുന്നേ? ഓഫീസിൽ നിന്ന് പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട് അച്ഛന് നല്ല ഉറക്കത്തിലേക്ക് പോയി അല്ലെ. നെക്സ്റ്റ് എന്താണ്? തഫി അചാനക് ധംകി, തഫി അചാനക് ധംകി ആവാസ് പോയി. പെട്ടെന്ന് എന്ത് സംഭവിച്ച്? ഒരു ധക്കെന്ന് പറഞ്ഞു, ധമ്മെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടു അല്ലെ. മീനാനെ സോച്ചാ കോയി ബില്ലി ഹോഗി. നമ്മളായാലും രാത്രിയിൽ എന്താണ് ഒരു സൗണ്ട് കേൾക്കുമ്പോഴ് നമ്മൾ ചിന്തിക്കും അല്ലെ, അതെന്തോ വീണ സൗണ്ട് ആയിരിക്കുമെന്ന് അല്ലെ. അപ്പൊ ധമ്മെന്നൊരു സൗണ്ട് കേട്ടിട്ട് എന്ത് സംഭവിച്ചു? ബില്ലി ആണെന്ന് കരുതി അല്ലെ, പൂച്ചയാണെന്ന് കരുതി. ബില്ലി മീൻസ് പൂച്ച, പൂച്ചയാണെന്ന് ചിന്തിച്ചു, സോച്ച. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ബഹു സോനേക്ക പ്രയത്നം കർണയിലേക്ക് അവളെന്ത് ചെയ്യാൻ തുടങ്ങുമായിരുന്നു? ഉറക്കത്തിലേക്ക് പോകുവാൻ വേണ്ടി തുടങ്ങുന്ന സമയമുണ്ട്. തബി ഉസേക്ക് പർച്ചായി ദിഖി, എന്തോ പോലെ ഒന്ന് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. 12 വർഷീയ മീനാക്കോ സമझते देर न लगी कि कोई चोर घर में घुसा है, वह बुरी तरह डर गई, पर उसने हिम्मत न की। हरी पास में सोए छोटे भाई को हली फामदी लिहाफ से ठग दिया, जिससे वह कहीं जाग न जाए। मीना बड़े ध्यान से चोर को देखने लगी। चोर सब तरफ झांकता हुआ एक कमरे की ओर बढ़ा. മീര കണ്ടു അല്ലെ, മുറിക്കകത്ത് എന്താണ് കയറിയത്? ഒരു ചോർ. ചോർ മീൻസ് കള്ളൻ, തീഫ്. തീഫ് കയറിയിട്ടുണ്ടെന്ന് ആര് മനസ്സിലാക്കി? മീന മനസ്സിലാക്കി അല്ലെ. മീന എന്താ ചെയ്തേ നോക്കിയേ. മീന ബഡേ ധ്യാൻ സേ ചോർ കോ ദേഖനെ ലഗി. ചോർ तरफ झांकता हुआ एक कमरे की ओर बढ़ा. നോക്കിയേ, മീന ബड़े ध्यान से चोर को देखने लगी. चोर सब तरफ झांकता हुआ एक कमरे की ओर बढ़ा. പെട്ടെന്ന് എന്താ സംഭവിച്ചേ നോക്കിയേ. മീനയ്ക്ക് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ആരോ മുറിക്കകത്ത് കയറിയിട്ടുണ്ടെന്ന്, മുറിയിലേക്ക് കയറി പോകുന്നത് മനസ്സിലാക്കി അല്ലേ. मीना ने बहुत सूझबूझ से काम लिया. उसने फोन से पड़ोसी का नंबर मिलाया और कहा. സൂചിബൂസ് വളരെ നിരീക്ഷിച്ച്, വിഷൻ, നല്ലൊരു ഉൾക്കാഴ്ച. ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി അല്ലെ, നമ്മുടെ മനസ്സിൽ നിന്ന് ഉതിർന്ന ഒരു ബുദ്ധിയാണ് അല്ലെ. നമ്മൾ ചിന്തിക്കും, ചിന്തിച്ച് പ്രവർത്തിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു മീന? അടുത്ത വീട്ടിലെ പടോസി മീൻസ് നെയ്ബർ, നെയ്ബറിന്റെ നമ്പർ എടുത്തിട്ട് കോള് ചെയ്തു പറഞ്ഞു ആന്റിയോട്. എന്താ പറഞ്ഞേ? നമ്പർ മിലായ ഔർ കഹ, നമ്പർ എടുത്തിട്ട് പറയുക, ആന്റി अंकल को लेकर जल्दी आ जाओ, घर में चोर घुसा है. ആന്റി അങ്കിളിനെ കൂട്ടി പെട്ടെന്ന് പുറത്തേക്ക് വരൂ. എന്താണ്? വീട്ടില് കള്ളൻ കയറിയിട്ടുണ്ട്. जैसे ही चोर कमरे के अंदर घुसकर अलमारी खोलने लगा, मीना ने आगे बढ़कर कमरा बंद कर दिया और बाहर से कुंडी लगा दी. तब तक कई पड़ोसी घर के बाहर एकत्रित हो गए थे. मीना ने फिर पुलिस को फोन कर दिया और माँ व बाबूजी को भी जगाया. എന്ത് ചെയ്തു? ജയ്സെ ഹി ചോർ കമരയ്ക്ക് അന്തർ, മുറിയിൽ കയറിയിട്ട്, കള്ളൻ മുറി കയറിയാൽ എന്ത് ചെയ്യും? മുറിയിൽ കയറി അലമാരയിൽ ഇരുന്ന് സാധനങ്ങളെല്ലാം പറക്കി എടുക്കും അല്ലെ. അലമാരി ഖോൽനെ ലഹ, അലമാരി തുറക്കുവാൻ വേണ്ടി തുടങ്ങുകയായി. മീനാനെ ആകെ ബെഡ്കർ, മീന എന്ത് ചെയ്തു? മുന്നോട്ട് ചെയ്യുന്ന സൈഡിൽ കൂടെ ചെന്ന് എന്ത് ചെയ്തോ? ഡോർ അങ്ങ് വെളിയിൽ നിന്ന് വലിച്ച് കുറ്റിയിട്ടു. വെളിയിൽ നിന്ന് വലിച്ച് കുറ്റിയിട്ടതിന് ശേഷം പൂട്ടുകയും ചെയ്തു. ആരെ? മീന. ആ സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാർ ഓടി വന്ന് അല്ലെ, പടോസിയെ വിളിച്ച് പറഞ്ഞിരുന്നു നെയ്ബർ. അപ്പൊ കള്ളൻ ഒരാളെ ഉള്ളെന്ന് അവർക്ക് മനസ്സിലായി അല്ലെ. ആ സമയത്ത് മീന പോയി ആരെ വിളിച്ചു? പോലീസിനെ വിളിച്ചു വരുത്തി. പിന്നെ അമ്മയും അച്ഛനെയൊക്കെ എഴുന്നേൽപ്പിച്ചു. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ബാലൻസ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഈ ന്യൂ വേർഡ്സ് ഒന്ന് ബോർഡിൽ എഴുതിയിടാം. അത് നിങ്ങൾ ഉറക്കെ പറയണം കേട്ടോ മേഡത്തിനൊപ്പം. ഫസ്റ്റ് എന്താണ്? സമാപ്ത്. समाप्त. विद्यालय
विद्यालय प्रयत्न हिम्मत ध्यान एकत्रित ത്ര എഴുത്തില്ലേ ത്ര അതുപോലെയാണ് എഴുതുന്നത് ഏകത്രിത് ഹത്കടി हथकड़ी साहस रक्षा प्रशंसा ओके समाप्त विद्यालय प्रयत्न हिम्मत ध्यान एकत्रित हथकड़ी साहस रक्षा प्रशंसा once again समाप्त विद्यालय प्रयत्न हिम्मत ध्यान एकत्रित हथकड़ी साहस रक्षा പ്രശംസ ഇത് 5 ടൈംസ് എല്ലാവരും മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ എഴുതി ഓക്കെ നെക്സ്റ്റ് ശബ്ദാർത്ഥം നോക്കാം समाप्त means खत्म नेक्स्ट रक्षा बचाव लिफाफ रजाई प्रशंसा तारीफ प्रयत्न കുറച്ച് പഠിച്ചതിന് ശേഷം ബാലൻസ് വേർഡ്സ് പഠിക്കാം നമുക്ക് സമാപ്ത് എഴുതിയിരിക്കുന്നുണ്ടോ സമാപ്ത് വായുടെ പകുതിയും തായുമാണ് സമാപ്ത് എങ്ങനെയാണ് വായിക്കുന്നത് സമാപ്ത് എന്ന് വെച്ചാൽ ഖദം തായുടെ പകുതിയും മായും ഖദം ഓക്കെ ഖദം നെക്സ്റ്റ് വേർഡ് രക്ഷ ബച്ചാവ് എന്താണ് വേർഡ് ബച്ചാവ് ओके लिफाफ रजाई प्रशंसा तारीफ ओके नेक्स्ट वर्ड प्रयत्न कोशिश എന്താണ് പ്രയത്നിക്കുക കോശിഷ് പ്രശംസ प्रयत्न कोशिश ओके एकत्रित इट्टा ओके सूच वर्ड्स चतुराई सूच वर्ड्स चतुराई
എന്താണ്? ചതുരായി. പ്രയത്ന, കോശിഷ്, ഏകകൃത, എക്ത, സൂചകോച്ച്, ചതുരായി. എന്താണ്? ഒന്നുകൂടി പറയാം. പ്രയത്ന, ഏകകൃത, സൂചകോച്ച്. പ്രയത്നം എന്ന് പറഞ്ഞാൽ കോശിഷ്, പ്രയത്ന, കോശിഷ്, ഏകകൃത, എക്ത, സൂചകോച്ച്, ചതുരായി. മനസ്സിലായോ? വാക്കുകൾ എങ്ങനെയാണ് വായിക്കുന്നത് മനസ്സിലായോ? പ്രയത്ന, കോശിഷ്, ഏകകൃത, എക്ത, സൂചകോച്ച് എന്ന് വെച്ചാൽ ചതുരായി. കുശലമായ ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ. മീന ക്യാ കർ രഹി थी. നെക്സ്റ്റ് അഭ്യാസാണ്. സഹി ഉത്തർ പർ ലഗാവോ. സഹി ഉത്തർ പർ കറക്റ്റ് ആൻസറിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണെന്ന് നോക്കിയേ. മീന ക്യാ കർ രഹി थी. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? मीना क्या कर रही थी. എന്ത് ചെയ്യുകയായിരുന്നു മീന? പഠ रही थी, सोने की तैयारी कर रही थी, खाना खा रही थी. മീന എന്ത് ചെയ്യുകയായിരുന്നു? പഠിക്കുകയല്ലായിരുന്നോ? പഠിച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു അല്ലേ? पढ़ रही थी. ഏതാണ് കറക്റ്റ് ആൻസർ? രണ്ടും ശരിയാണ് അല്ലേ? മീന ക്യാ കർ രഹി थी. എന്തായിരുന്നു? പഠ രഹി थी, സോനെ കി തയ്യാരി കർ രഹി थी, ഖാന ഖാ രഹി थी. രണ്ടും ശരിയാണല്ലേ? പഠ രഹി थी, സോനെ കി തയ്യാരി കർ രഹി थी. ഉറങ്ങുവാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. എന്താണ് ആൻസർ? പഠ രഹി थी. ആദ്യത്തത് തന്നെ എഴുതാം നമുക്ക്. ഫസ്റ്റ് എന്ത് ചെയ്യുകയായിരുന്നു മീന? ഫസ്റ്റ് എന്ത് ചെയ്യുകയായിരുന്നു? പഠിക്കുകയായിരുന്നു അല്ലേ? ഫസ്റ്റ് പഠിക്കുകയായിരുന്നു. രണ്ടാമത്തെ എന്താണ്? സോനേക്ക് തയ്യാരി കർ രഹി थी. ഉറങ്ങുവാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. രണ്ടും ശരിയാണ്. അപ്പൊ മീന ക്യാ കർ രഹി थी എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ? അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി വായിച്ചു നോക്കിയേ. രാത്രി കാ സമയ था, लगभग 12 बजे थे. मीना विद्यालय से मिला, काम समाप्त कर उसी समय पलंग पर लेटी थी. पास में उसका छोटा भाई सोया था. ഉറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അല്ലേ? ഇപ്പൊ രണ്ടായിരുന്നു കുഴപ്പമില്ല. ഫസ്റ്റ് എന്തായിരുന്നു? പഠിക്കുകയായിരുന്നു. രണ്ടാമത് ഉറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അല്ലേ? അപ്പോഴോ പഠ രഹി थी, പഠിക്കുകയായിരുന്നു. സെക്കൻഡ് സോനേക്ക് തയ്യാരി കർ രഹി थी, ഖാന ഖാ രഹി थी. ഏതാണ് കറക്റ്റ് ആൻസർ? ഫസ്റ്റ് എന്താണ്? പഠിക്കുകയായിരുന്നു. ഖാന ഖാ രഹി थी എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുമായിരുന്നു അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? സോനേക്ക് തയ്യാരി കർ രഹി थी അവർ പഠ രഹി थी, പഠിക്കുകയായിരുന്നു. അപ്പൊ രണ്ടായാലും കറക്റ്റ് ആണ് അല്ലേ? സോനെ की तैयारी कर रही थी. ഉറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓക്കെ. സെക്കൻഡ് എന്താണ്? മീനാ के घर में कौन खोदा? बिल्ली, चोर, बंदर. मीना के घर में ആരാണ് കയറിയത് മീനയുടെ വീട്ടില്? ചോറാണല്ലേ? ആൻസർ എന്താണ്? ചോർ മീൻസ് കള്ളൻ. ചോർ മീൻസ് കള്ളൻ, തീഫാണ്. मीना के पास कौन सोया था? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. मीना के पास
मीना के पास कौन सोया था? ആരാണ് ഉറങ്ങിക്കിടന്നത്? ആരാണ്? ആ, मीना की माँ, मीना का छोटा भाई, मीना की सहेली. ആ, ആരാണ്? मीना का छोटा भाई. എന്താണ് ഉത്തരം? मीना का छोटा ഭായി അല്ലേ? ആ, മീനയുടെ സഹോദരനാണ് അല്ലേ ഉറങ്ങിക്കിടന്നത്. ആ, മീന ചോർക്കോ ദേഖക്കർ എന്ത് ചെയ്തു? ആ, ഡർ ഗയി, രോനെ ലഗി, ഉപായ സോച്ചനെ ലഗി. അങ്ങ് എന്താണ് ചെയ്തത്? ആ, ബഹ ബുരി തര ഡർ ഗയി അല്ലേ? ആദ്യം എന്താണ് സംഭവിച്ചത്? പേടിച്ചു പോയി അല്ലേ? മീന ചോർക്കോ ദേഖക്കർ, मीना चोर को देखकर എന്താ സംഭവിച്ചേ? ദർഹി ആദ്യമേ എന്ത് ചെയ്തു? പേടിച്ചു പോയി അല്ലേ? ओके, मीना के पास कौन सोया था? मीना का छोटा भाई. मीना चोर को देखकर डर गई, പേടിച്ചു പോയി അല്ലേ? नेक्स्ट ओके, सही शब्दों को चुनकर वाक्य पूरे करो. बिल्ली, समय, दवाई, सूझबूझ, कुंडी, खटखटाता. बिल्ली, समय, बिल्ली, समय. नेक्स्ट വരുന്നത് दवाई, सूझबूझ, सूझबूझ. നായുടെ പകുതിയും ഡായ് വന്നേ കുണ്ടി എന്നാ വായിക്കുന്നത്. ഡി ഡി ഡാ ഡി. കുഞ്ചി, ഖട്ഖടാത്ത, ഖട്ഖടാത്ത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാത്രി കാ डैश था. सेकंड എന്താണ്? मीना ने बहुत डैश काम लिया. मीना ने बहुत डैश से काम लिया. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് खाकर वह मुश्किल से सोई थी. डैश खाकर, डैश खाकर वे मुश्किल से सोई थी. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? उसने समझा कोई डैश होगी. कोई उसने. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? उसने समझा कोई कोई
होगी। ओके, मीना ने बाहर से कमरे की डैश लगा दी। രാത് കാ ഡാഷ് ഥാ, എന്തായിരുന്നു ആൻസർ? രാത്രിയുടെ സമയമായിരുന്നു എന്ന് അറിഞ്ഞൂടെ? എന്തുവാണ്? രാത് കാ സമയ ഥാ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? മീനാനെ ബഹുത് ഡാഷ് സേ കാം ലിയാ. എന്താണ്? ബില്ലി, സമയ, ദവായി, സൂച്ച്, ബോസ്, കുണ്ടി, ഖട്ഖടാത്ത. ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡാഷ് ഖാക്കർ വേ മുഷ്കിൽ സേ സോയി थी, उसने समझा कोई डैश होगी. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മീനാനെ ബാഹർ സേ കമരേക്ക് ഡാഷ് ലഗാ ദി. നെക്സ്റ്റ് എന്താണ് കൊടുത്തേ? ചോർ ദർവാസ, ചോർ ദർവാസ ഡാഷ് രഖ. എന്തോ ചെയ്തു? എന്താണ് ചെയ്തേ? ഡാഷ് രഖ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാത് കാ, രാത് കാ സമയ ഥാ. എന്താണ്? രാത് കാ സമയം എഴുതാൻ സ്ഥലമില്ല, വായിച്ചിട്ട്. ഓക്കെ, രാത് കാ സമയ ഥാ. എന്തായിരുന്നു ആൻസർ? രാത് കാ സമയ ഥാ. മീനാനെ ബഹുത്ത് ഡാഷ് സേ കാം കിയ. മീന എങ്ങനെയുള്ള കാര്യമാണ് ചെയ്തത്? സൂച്ച്, ബൂച്ച് അല്ലെ, അല്ലെങ്കിൽ ഖട്ഖടാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഖട്ഖടാത്ത. അതോ സമയാണോ? സമയം നമ്മളിപ്പോ എഴുതി കഴിഞ്ഞു. ബില്ലി ഉണ്ട്, ദവായി ഉണ്ട്, സൂച്ച് ബൂച്ച് ഉണ്ട്, കുണ്ടി ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഖട്ഖടാത്ത. അപ്പൊ എന്താണ്? മീനാനെ ബഹുത്ത് ഖട്ഖടാത്ത ഖട്ഖടാത്തയാണോ? അല്ല, സൂച്ച് ബൂച്ച് ആണ് അല്ലെ. സൂച്ച് ബൂച്ച്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഖാക്കർ വഹ മുഷ്കിൽ സേ സോയി ഥി. എന്താണ് കഴിച്ചിട്ട് കിടന്ന് വളരെ ബുദ്ധിമുട്ടി ഉറങ്ങിയത്? ദവായി, ദവായി ഖാക്കർ വഹ മുഷ്കിൽ സേ സോയി ഥി. ഉസ്നെ സമച്ചാ കോയി ഡാഷ് ഹോഗി. ആദ്യമേ ചിന്തിച്ചു അല്ലെ, അതെന്തായിരിക്കുമെന്നാ ചിന്തിച്ചത്? ബില്ലി, പൂച്ചയായിരിക്കുമെന്നാണ് അല്ലെ. ഉസ്നെ സോച്ചാ, उसने समझा कोई डैश होगी, कोई बिल्ली होगी. मीना ने बाहर से कमरे की എന്താ കുണ്ടി, കുണ്ടി ലഗാതി. പുറത്തുനിന്ന് മീന ഒഴിച്ചെന്ന് എന്ത് ചെയ്തു? അത് കൂട്ടി. നെക്സ്റ്റ് എന്താണ്? ചോർ ദർവാസ ഖട്ഖടാത്ത രഹ. ചോർ മുറിയിൽ ദർവാസ തുറക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? തട്ടി പൊളിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെയിട്ട് അടിക്കുന്നതിനാ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ചിത്രकी സഹായത സേ ശബ്ദോं को उचित क्रम में लगाकर सही वाक्य बनाओ. ആദ്യമേ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ഫിഷ് ആണ് അല്ലെ. ഫിഷിന് പറയുന്ന പേരെന്താണ്? മച്ചലി. ओके, चित्र की सहायता से शब्दों को उचित क्रम में लगाकर सही वाक्य बनाओ. നമ്മുടെ ഈ ചിത്രം നോക്കിയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് നമ്മൾ. കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ്? അത് മറിച്ച് തിരിച്ചുമാണ്, ക്രമമല്ലാതെ കൊടുത്തിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാഡം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞു തരാം കേട്ടോ. അത് സെന്റൻസ് ഉണ്ട്, ഫുൾ സെന്റൻസും ഉണ്ട്. അത് ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇന്ന് മീനാക്കി സൂച്ച് ബോച്ചിന്റെ കുറച്ച് പോർഷനാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ചാപ്റ്ററും പോർഷനും പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, വൈൻഡ് അപ്പ് ദ ക്ലാസ്. ബൈ, താങ്ക് യു.